വാഴത്തോപ്പ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇന്ന് യാതൊരു ഉപയോഗവുമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഗുണകരമാകേണ്ട പദ്ധതികൾ ഇന്ന് അനാഥമായി കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. 56 കോളനിയിൽ പ്രവർത്തിക്കേണ്ടതായിരുന്ന വനിതാ വർക്ക്ഷെഡ് അതിൻ്റെ ഒരു വേദനാജനകമായ ഉദാഹരണമാണ്. 2013 ഇന്നത്തെ ജലവിഭവ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടം ഉദ്ഘാടനത്തിന് ശേഷം ഒരിക്കൽ പോലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കെട്ടിടം എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായൊരു ഉത്തരമില്ല. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഫണ്ടുകൾ ദീർഘവീക്ഷണമില്ലാതെ ചില പദ്ധതികളായി മാറുകയും പിന്നീടവ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്ന് ഈ കെട്ടിടവും പരിസരവും കാടുപടലങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ചലനമില്ലാത്ത ഈ സ്ഥലം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. വനിതകൾക്ക് ഒത്തുചേരാനും കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ വഴി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കഴിയുന്ന കേന്ദ്രമായി ഇത് മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അതിനായുള്ള യാതൊരു ഇടപെടലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന ഇത്തരം വെള്ളപതച്ച കുഴിമാടങ്ങൾ എന്ന് പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന വർക്ക് ഷെഡുകളും പൊതു ഉപയോഗത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളും ഏതെങ്കിലും രീതിയിൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ പുതിയതായിട്ട് വരുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള പൈസയാണ് ഇങ്ങനെ പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിർമ്മിച്ച ഇത്തരം പദ്ധതികൾ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ പുനരുപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.